നമസ്തേ. കഥകളരി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കീർണകൻ എന്ന എലിയുടെ ഗുണഗണങ്ങൾ കാക്ക ആമയോട് പറഞ്ഞിരിക്കുകയാണ്. മന്ദരൻ എന്ന കാക്കയോട്. അപ്പോൾ അതിന് പകരമായിട്ട് കാക്ക പറയുന്ന കഥ ഞാൻ പറയാം. ഇത് എലി എത്രയ്ക്കായാലും ഗുണവാനാണ്, നല്ലവനാണ്, ആത്മസുഹൃത്താണ്, ജീവനാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കഥ പറയാം. അതായത് വൃത്തിയാക്കി എള്ളു കൊടുത്തിട്ട് വൃത്തിയാക്കാത്ത കല്ല് മുന്നും നിറഞ്ഞ എള്ളു വാങ്ങിച്ച ശാണ്ഡലി മാതാവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോണത്. ഓഹോ, അതെന്താ അങ്ങനെ ചെയ്ത്? അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ കഥയിലേക്ക് പോവുകയാണ്. കാക്ക മന്ദരൻ എന്ന ആമയോട് സങ്കീർണകൻ എന്ന എലിയെ കൂടെ കൊണ്ടുവരാനുള്ള കാരണത്തെപ്പറ്റി പറയുകയാണ്. ഒരിടത്ത് മഹിളാരൂപ്യത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് കുറേ ദൂരെ പോയിട്ടായിട്ട് അവിടെ കാട്ടിൽ ഒരു എന്താണ് ഒരു ശാണ്ഡലി മാതാവിൻ്റെ കഥയാണ്. ചൂടാകർണൻ എന്ന ഇയാളോടാണ് പറയുന്നത്. ബൃഹസ്പതി എന്ന സന്യാസി വര്യൻ. രണ്ടുപേരും സന്യാസിമാരാണ്. അപ്പോൾ എലി വരാതിരിക്കാൻ വേണ്ടി ഒരെലിയാണോ വരണേ, കൂട്ടമായിട്ടാണോ വരണമെന്ന് ചോദിച്ചപ്പോൾ ഒരെലിയാണോ അത് പറയുന്നതിന് മുൻപായിട്ട് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ബൃഹസ്പതി പറയുന്ന കഥയാണ്. ശാണ്ഡലി മാതാവ് വൃത്തിയാക്കിയ എള്ള് കൊടുത്തിട്ട് പകരമായിട്ട് കല്ലും മുള്ളും നിറഞ്ഞ എള്ള് വാങ്ങാനുള്ള കാരണം. അതിൻ്റെ കാരണം പറഞ്ഞാൽ ബൃഹസ്പതി ആ കഥ പറയുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നിരുന്നു. അദ്ദേഹം സ്നാനം കഴിഞ്ഞു. ആ സമയം ഗൃഹനാഥൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞത് ബൃഹസ്പതി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു ശ്രാദ്ധമുണ്ട്. അതായത് ആ സമയം ഗൃഹനാഥൻ പറഞ്ഞത് നാളെ കറുത്ത വാവിനാണ് വിശിഷ്ടാതിഥികളെയൊക്കെ വിളിച്ച് ശ്രാദ്ധ കൂട്ടാൻ ഭക്ഷണം കൊടുക്കണേ. എള്ള്, ദർഭ, നെയ്യ്, വിശിഷ്ട ഭോജ്യങ്ങൾ ഇതുണ്ടായിരിക്കണം. എനിക്ക് 3 പേർക്ക് 2 ബ്രാഹ്മണരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവരുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടുണ്ടാവേണ്ട കാര്യം എള്ള്, ദർഭ, നെയ്യ്, പിന്നെ മറ്റെന്ത് വിശിഷ്ട ഭോജ്യങ്ങളാകാം. അതുകൊണ്ട് അതൊക്കെ ഒരുക്കണം എന്നിങ്ങനെ പറഞ്ഞു ഭാര്യയോട്. അപ്പോൾ ഭാര്യ എന്ത് പറഞ്ഞത് കേട്ടപ്പോൾ, ഞാനിപ്പോൾ എന്ത് നെയ്യ് ഒരുക്കണം? അതിനിവിടെ വല്ലതുണ്ടോ ഒരുക്കാൻ? വെള്ളമുണ്ടോ? നെയ്യുണ്ടോ? പിന്നെ എന്തെന്നാ എന്നോട് ഈ ഒരുക്കാൻ പറയണേ? ഭാര്യയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ബൃഹസ്പതി പറഞ്ഞു, അന്നത്തെ കാര്യം കഴിഞ്ഞിട്ടാണ് നാളത്തെ കാര്യം ചിന്തിക്കുക. കൂട്ടം കൂടി ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചാൽ ഒരു കാര്യമില്ല, അവനവന് പ്രയോജനപ്പെടില്ല എന്നിങ്ങനെ പറഞ്ഞു. കരുതി വെച്ചാൽ അത് ആപത്ത്, അതുകൊണ്ട് ഫലം ഉണ്ടാവുക. ഭക്ഷണ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പണ്ട് ഒരു കാട്ടാളൻ അമ്പും വില്ലുമായി കാട്ടിലേക്ക് പോയി. പോണ വഴിക്ക് ഇങ്ങനെ കാട്ടാളന്മാരുടെയൊക്കെ ഒരു ജോലി എന്താ വെച്ചാൽ മൃഗങ്ങളെയൊക്കെ അമ്പ് ചെയ്ത് കൊല്ലുക, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം ആക്കി മാംസം കഴിക്കുക, അതൊക്കെയാണല്ലോ. ഈ കാട്ടാളന് ചെന്ന് അധികം താമസിയാതെ തന്നെ ഒരു കാലത്തെ സമയത്താണ് വേഗം ഒരു മാനെ കിട്ടിയ വഴിക്ക് സന്തോഷമായി. കാര്യം കുശാലായില്ലോ, ഭക്ഷണത്തിൻ്റെ കാര്യം ഒത്തൂലോ, അമ്മയ്ക്കുള്ള കാര്യം ഒത്തൂലോ. അയാൾ വിചാരിച്ചിട്ട് ആ മാനെ ഒരിച്ച് തോളത്തിട്ടുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ ഇയാളുടെ കയ്യിൽ ഈ അമ്പും വില്ലൊക്കെ ഉണ്ടായിരിക്കണം. നേരെ തന്നെ അയാളുടെ മുമ്പിൽ വന്ന് പെട്ടു. ആദ്യം തന്നെ മാനിനെ കിട്ടി, മാനിനെ കൊന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പന്നി വീഴുന്നു. പന്നി ഇങ്ങനെ ആകെ അതിങ്ങനെ ഇത്തിരി അവശതയായിട്ട് വരുന്ന പോലെ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ഈ വേടൻ, ആ കാട്ടാളൻ, ആ പന്നിയും കൂടി അങ്ങോട്ട് അമ്പ ചെയ്ത് പോകും. പന്നിയും കൂടെ അമ്പ ചെയ്ത് കൊണ്ടപ്പോൾ പിടയുന്ന പന്നി അതിന് ഓർക്കാപ്പുറത്തൊരു അമ്പ് കൊണ്ടപ്പോൾ അത് ജീവൻ പോണ പരാക്രമത്തിൽ കിടന്ന് ചെന്ന് ഒരു കണക്കിന് ഓടി. വേടൻ അതിൽ ചെന്ന് പിടിക്കാനായിട്ട് ഞങ്ങൾ അടുത്തേക്ക് ചെന്ന വഴിക്ക് പന്നി ഈ പരാക്രമത്തിൽ അതിനെ അങ്ങോട്ട് വേടനെ അങ്ങോട്ട് കുത്തി. എന്തിനു പറയണു? വേടനെ അങ്ങോട്ട് കൊന്നു. വേടനെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും പന്നിക്ക് എണീറ്റ് ഓടി പോകാനായിട്ട് നോർത്തിണ്ടോ? പന്നി വളരെ വളരെ അവശനായി. അപ്പം മാനെ കൊന്നിട്ടുള്ളത് അവിടെ താഴ്ത്തിയിരിക്കുന്നു. വേടൻ മരിച്ചിട്ട് അതിനടുത്ത് തന്നെ കിടക്കണം. അപ്പോഴാണ് പരിക്ക് പറ്റിയ പന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ പന്നിയും കൂടെ അങ്ങ് മരിച്ചു. അയ്യോ, പന്നിയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ 3 ശവങ്ങളാണ് ഒരുമിച്ച് കിടക്കുന്നത്. അപ്പോഴാണ് ആ വഴിക്ക് കൂടെ ഒരു ഇയാൾ വരുന്നത്, കുറുക്കൻ.
കുറുക്കൻ സൂത്രശാലിയാണ്. ഇവരെ 3 പേരെയും ഭക്ഷിക്കാവുന്ന ആളുമാണ്. മാനിനെയും തിന്നാം, വേടനെയും തിന്നാം, പന്നിയെയും തിന്നാം. എല്ലാം കൂടെ തിന്ന സ്ഥലം വേണ്ടേ? കണ്ട വഴിക്ക് 3 ശവങ്ങൾ കെട്ടക്കണ കണ്ട വഴിക്ക് തന്നെ കുറുക്കൻ ആനന്ദനൃത്തം ചെയ്തു. ആനന്ദനൃത്തം ചെയ്യാൻ എന്താ കാരണം? തുള്ളിച്ചാടിക്കൊണ്ട് പട്ടും പാടി കുറുക്കൻ ഓടിയിട്ടുണ്ട് നൃത്തം ചെയ്തു. സുഖം, പരമസുഖം. എനിക്ക് സദ്യ, എനിക്ക് മാനിനെ തിന്നാം, വേടനെ തിന്നാം, പന്നിയെയും തിന്നാം എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് വിശപ്പാവണേ ഉള്ളൂ. മാനിൻ്റെ ഇറച്ചി പിന്നെ ചെയ്യാം. ഇപ്പം ഈ വേടൻ്റെ ഇതുണ്ടല്ലോ, അമ്പ്, നാളെ മാനിനെ തിന്നാൻ എനിക്ക്. ഇന്ന് ഞാൻ വേടൻ്റെ ശരീരം, മനുഷ്യ ശരീരമല്ലേ, അത് ഞാൻ ആദ്യം അങ്ങോട്ട് ഭക്ഷണമാക്കാം. നാളെ ഞാൻ മാനിനെ തിന്നും, നാളത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പന്നിയെ തിന്നും എന്നിങ്ങനെ മനസ്സിൽ കുറുക്കൻ തീരുമാനിച്ചു. ബഹുരസം, സുഖം. ഒരെണ്ണത്തിൻ്റെ പുറകെ ഓടുകയും വേണ്ട, ചാടുകയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം വിശക്കുണ്ട്. ഇപ്പം വിശക്കണതിന് മാനിനെ തിന്നാൻ മാത്രം വിശപ്പുമായിട്ടില്ല. അപ്പം പ്രാതൽ എന്തെങ്കിലും കുറച്ച് കഴിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് വില്ലിൽ കെട്ടിയിരിക്കുന്ന ഞാണ്. ആ ഞാൻ ഒരു മൃഗത്തിൻ്റെ തോല് കൊണ്ടാണ്. തൽക്കാലം അത് തിന്ന വിശപ്പ് ഒന്ന് ശമിക്കും. പിന്നെ വിശക്കുമ്പോൾ മാനിൻ്റെ മാംസമല്ലേ ഇരിക്കണേ, സുഖമായിട്ട് തിന്നാലോ എന്ന് വിചാരിച്ച് ഈ കുറുക്കൻ ഈ വില്ലിൻ്റെ ഞാൻ അതിൻ്റെ തണ്ടിങ്ങനെ അവിടെയുള്ള മൃഗത്തിൻ്റെ തോല് തിന്നാനായിട്ട് അതിങ്ങനെ കരണ്ട് കരി തിന്നാൻ. അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി വഴിക്ക് എന്ത് സംഭവിച്ചു? തറച്ചു. ആ ഒട്ടം തന്നെ വാറാക്കിയിട്ട്, അമ്പിൻ്റെ ഇത് വാറാക്കിയിട്ട് മുറിച്ചിരുന്ന വില്ലിൻ്റെ തണ്ട് ഞാൻ മുറിഞ്ഞതോടെ കുറുക്കൻ്റെ മാറിലത് ശക്തിയായിട്ട് ഇങ്ങനെ വളച്ച് വലുതായി കെട്ടിയേക്കല്ലേ. പട്ടങ്ങോട്ട് വിട്ട വഴിക്കകത്ത് പെട്ട ശക്തിയായിട്ട് അങ്ങോട്ട് വന്നു ധരിച്ചു. എന്തിനു പറയണു? ഉടൻ തന്നെ അതോടെ ആ വിഡ്ഢിയുടെയും കഥ കഴിഞ്ഞു. കുറുക്കൻ്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. ഇപ്പം 4 ശവങ്ങൾ. ഇപ്പം എന്തായി? അതുകൊണ്ടാണ് പറയുന്നത് അതോടെ ആ വിഡ്ഢിയുടെയും കഥ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, നാളേക്ക് കരുതി വയ്ക്കാതെ അന്നന്നത്തെ കാര്യം ഭംഗിയാക്കാൻ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ നിനക്ക് മനസ്സിലായോ എന്നാണ് പറയുന്നത്. ഒന്നും അങ്ങനെ ഭക്ഷണമൊന്നും കരുതി വെക്കണ്ട. നാളേക്ക് നാളെ നേരം വെളുത്തിട്ട് ഇതെല്ലാം കൂടെ തിന്നാമെന്ന് വിചാരിച്ച കുറുക്കന് ഇപ്പോൾ വല്ലതും തിന്നാൻ പറ്റുമോ? വേടൻ്റെ ആർത്തി കാരണം വേടനെ തിന്നാൻ പറ്റുമോ? വേടന മാനിനെയും കൊണ്ട് പോയി ഒരു ഉപദ്രവം ഉണ്ടാവില്ലായിരുന്നു. അപ്പോഴും ഉടനെ പന്നിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അത് കാരണം വേടൻ്റെ ജീവൻ പോയി. വേടൻ്റെയും പോയി, പന്നിയുടെയും പോയി, മാനിൻ്റെയും പോയി. ഇവരൊക്കെ തിന്നാമെന്ന് വിചാരിച്ച കുറുക്കൻ്റെ ജീവനും പോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതിനെ തുറന്ന് ഈ ഭാര്യ എള്ളു കൂട്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയേ? എള്ളും ദർഭയും നെയ്യും വിശിഷ്ട ഭോജ്യങ്ങളും ഉണ്ടാക്കണം എന്നല്ലേ ബൃഹസ്പതി പറഞ്ഞേക്കണം ഭാര്യയോട്. ഈ ബൃഹസ്പതിക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടത്. എന്തിനു പറയണു? ഇനി ഇതിനെ തുടർന്ന് ഈ കഥ അടുത്ത ദിവസം പറയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ആകുന്നത്ര നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയത്തിലുള്ളവരോടോ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. എനിക്ക് 10,000-2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അത് വലിയ സംഖ്യ ഒന്നും അല്ലായിരിക്കാം. കാണുന്നവരും കാഴ്ചക്കാരുമൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. എന്താ പറയുക, ലക്ഷങ്ങളെക്കാളൊക്കെ കൂടുതൽ പേര് ഉള്ളതായിട്ട് കാണും. എനിക്കിതിൻ്റെ കണക്കും കാര്യങ്ങളും വരുമാന കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ അറ്റം തുടരുന്നു. എന്നും കഥ പറയുന്നു കുട്ടികളോട്. ദിവസവും യൂട്യൂബിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിവർത്തിയുള്ളതും മുടങ്ങാതെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കഥകൾ ശ്രദ്ധിക്കും. എല്ലാവർക്കും നന്ദി.